സോ പ്രൈമറി ഹൈപ്പർടെൻഷൻ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അത് മൾട്ടി ഫാക്ടോറിയലാണ്. അപ്പോൾ പല പല ഘടകങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ പ്രമേഹം, രണ്ടാമത്തത് ഏജ് ഒരു മേജർ ഫാക്ടറാണ്. പ്രായം കൂടുന്തോറും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ പേഴ്സണാലിറ്റിയാണ്. അതായത് നമ്മുടെ ഓൾറെഡി ഓവർ വെയ്റ്റ്, ഒബീസ്, അതായത് വണ്ണം കൂടുതലായിട്ടുള്ള ആൾക്കാർ. രണ്ട്, ലൈഫ് സ്റ്റൈൽ, അതായത് വളരെയധികം ആൻഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും, വളരെ ടെൻഷനുള്ള ലൈഫ് സ്റ്റൈൽ, അതായത് അവരുടെ ജീവിതത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന പ്ലേസിലായാലും വീട്ടിലായാലും വളരെയധികം ആൻസൈറ്റിയും സമ്മർദ്ദവുമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇത്തരം കാരണങ്ങൾ കൊണ്ട് വരുന്നതിനാണ് നമ്മൾ ഈ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്നാൽ ചികിത്സ ഇത് പ്രകാരമാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചികിത്സ, ഒരു രോഗിക്ക് നമ്മൾ BP 140/90 മേലെ കണ്ടു, മൂന്ന് തവണ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴും ഹൈ ബ്ലഡ് പ്രഷറായിട്ട് രോഗിക്കുണ്ട്. അങ്ങനെയുള്ള രോഗിക്ക് നമ്മൾ എന്തായിരിക്കും ആദ്യത്തെ ചികിത്സ? എപ്പോഴും ആദ്യത്തെ ചികിത്സ അതിൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. അതായത് നമ്മുടെ ദിനചര്യ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങളാണ്. അതിലേറ്റവും പ്രധാനം ആഹാരമാണ്. ആഹാരം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ എല്ലാവരും വളരെയധികം ജങ്ക് ഫുഡ്സ്, അതായത് ഹൈ ഓയിൽ കണ്ടൻസും ഹൈ ബ്ലഡ് ഷുഗർ കണ്ടൻറ്റുമുള്ള ആഹാരങ്ങളാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. സോ അതിൻ്റെ എല്ലാം പ്രോബ്ലം എന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് ഏതൊക്കെ ആഹാര സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ ഒഴിവാക്കണമെന്ന് ആദ്യം ഹൈലൈറ്റ് ചെയ്യും. അതിൽ പ്രധാനമായിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ജങ്ക് ഫുഡ്സ്, നമ്മൾ സാധാരണയുള്ള ഓയിലി ഐറ്റംസും ഇതെങ്ങനെയുള്ള ഹൈ സോൾട്ട് കണ്ടൻറ്റുള്ള ഫുഡ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ നാട്ടിൽ പറയുന്ന പോലെ അച്ചാർ, എന്നും വളരെ ഹൈ എമൗണ്ടിൽ വളരെ കൂടിയ എമൗണ്ടിൽ അച്ചാർ കഴിക്കുക, അല്ലെങ്കിൽ ഉണക്കമീൻ ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ പപ്പടം, ഇതുപോലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെയുള്ള നമ്മൾ ഇപ്പോഴത്തെ ആഹാര രീതിയിലാണ് ഈ ചിപ്സ് വളരെയധികം ഉപയോഗിക്കുന്ന രോഗികൾ. അവർക്കെല്ലാം വളരെയധികം സോൾട്ട് കണ്ടൻറ്റ് കൂടിയതാണ് ഈ ചിപ്സും മിക്സ്ചറും അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസും. സോ ഇത്തരം ആഹാര സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം എന്നേ പറയത്തുള്ളൂ. രണ്ടാമെന്നുള്ളത് നമ്മൾ ആഹാരത്തിൽ ഫൈബർ, അതായത് നാരിൻ്റെ അളവ് കൂടിയ ആഹാര സാധനങ്ങൾ കഴിക്കണം. അതിൽ പ്രധാനമായിട്ടുള്ളത് വെജിറ്റബിൾസ്, അതായത് പച്ചക്കറി, പിന്നെ ഫ്രൂട്ട്സ്. ഇത് രണ്ടും നമ്മൾ സാധാരണ കഴിക്കുന്നതിലും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതാണ് ആഹാരത്തിൽ വരുത്താനുള്ള മാറ്റം. രണ്ടാമത് നമുക്ക് വ്യായാമം, അതായത് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്. അതെങ്ങനെ കൊണ്ടുവരാമെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് അവർ റെക്കമെൻഡ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നമ്മളൊരു മിനിമം 30 മിനിറ്റ് ഒരു നല്ല രീതിയിലൊരു ആക്ടിവിറ്റി ഉള്ള ഒരു എക്സസൈസ് ചെയ്തിരിക്കണം. അതിൽ ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് ബ്രിസ്ക് വാക്കിംഗ്, അതായത് സ്പീഡായിട്ടൊന്ന് നടക്കുന്ന ഒരു എക്സസൈസ് തന്നെ മതി നമുക്ക്. 30 മിനിറ്റ് നല്ലൊരു വേഗത്തിൽ നടക്കാമെങ്കിൽ അതൊരു നല്ല രീതിയിലുള്ള എക്സസൈസാണ്. അപ്പോൾ ഇതാണ് എക്സസൈസും ഡയറ്റും എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ചേഞ്ച്. പിന്നെ ഉള്ളത് മെഡിസിൻസ് ആണ്. മെഡിസിൻസിൽ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് വളരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഡിസിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു രോഗിക്ക് ഏതാണ് കറക്റ്റായിട്ടുള്ള മെഡിസിൻ എന്ന് അത് ചികിത്സിക്കുന്ന ഡോക്ടർ ഡിസൈഡ് ചെയ്യും. അതേതാണോ അതിന് ഏറ്റവും സ്യൂട്ടബിൾ അത് നമ്മൾ ഒരു രോഗിക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ, അതായത് ട്യൂമറിൽ നിന്നുണ്ടാകുന്ന ഹോർമോണുകൾ അല്ലെങ്കിൽ മരുന്നുകളുടെ ഉപയോഗം, ഇങ്ങനെയൊക്കെ ഉള്ള രോഗികൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റുകൾ വഴി കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ അത് ചികിത്സിച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ നമുക്ക് ക്യൂർ ചെയ്യാൻ തന്നെ പറ്റും. ഫോർ എക്സാമ്പിൾ ചില ട്യൂമേഴ്സ് ചില ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് BP വളരെ ഹൈ ബ്ലഡ് പ്രഷറൊക്കെ വരുന്ന അവസ്ഥയുണ്ട്. അതിന് കുഷിങ്സ് എന്നൊക്കെ പറയാം. അതിന് നമ്മൾ ആ ട്യൂമർ തന്നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും അസുഖത്തിൽ നിന്ന്. സോ അതൊക്കെ വളരെ വളരെ റെയർ കാരണങ്ങൾ, വളരെ അപൂർവമായിട്ട് കാണുന്നതാണ്. പക്ഷെ വളരെ സാധാരണമായിട്ട് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളാണ് ഏറ്റവും